വിഷയം വീണ്ടും വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന് ശബരിമലയിലേക്കുള്ള മറച്ചുവെക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമം വിജയിക്കില്ലെന്ന് ഷാഫി പറമ്പിൽ MP. പാലക്കാട് IMA ഹാൾ ബൂത്ത് 2-ൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിന്റെ അജണ്ട അല്ലെന്ന മുഖ്യമന്ത്രിയുടെ വാദം ജനങ്ങൾ തള്ളിക്കളയുകയാണെന്നും UDF വൻ മുന്നേറ്റം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. അതെന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അങ്ങനെ പറയുന്നത്? മുഖ്യമന്ത്രിക്ക് അത് ചർച്ചയായാലുണ്ടാവുന്ന ഡാമേജിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുള്ളതുകൊണ്ടാണ്. അപ്പം ആ അജണ്ട മാറ്റണമെന്ന് മുഖ്യമന്ത്രി ആഗ്രഹിക്കുക. മറ്റു വിഷയത്തിലൊരു അജണ്ട ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഇല്ലാത്ത വിധത്തിൽ കോൺഗ്രസ് പാർട്ടി നടപടിയെടുത്തു കഴിഞ്ഞു. ഒരാളെ, ഒരു ജനപ്രതിനിധിയെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിക്കഴിഞ്ഞു. താൽക്കാലിക സസ്പെൻഷനിലോ അതിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞു നടപടികൾ. ഇനി ചെയ്യേണ്ടത് അത് കോൺഗ്രസ് പാർട്ടിയല്ലല്ലോ ഇനി തീരുമാനിക്കേണ്ടത്. ഇനി ചെയ്യേണ്ടത് എന്താ? ഇനി ചെയ്യേണ്ട ആ MLA ആക്കിയ കോൺഗ്രസ് നടപടിയെടുത്തില്ലേ? കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി MLA സ്ഥാനത്ത് നിന്ന് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കും ഇതേ ചോദിക്കാനുള്ളൂ. നിങ്ങൾക്കും ആ ചോദ്യം നിങ്ങളുടെ നാവിൽ നിന്നും ആ ചോദ്യം വരുവുള്ളൂ. എന്നാൽ ഈ പറയുന്ന പത്മകുമാർ ശബരിമല കേസിൽ ഇപ്പൊ ജയിലിലാണ്. അയാൾക്കെതിരെ CPM എന്ത് നടപടിയെടുത്തു എന്ന ചോദ്യത്തിന് ഉത്തരം തേടാൻ നിങ്ങളും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു ഉത്തരവില്ല, അങ്ങനെ ഒരു ഉത്തരം കിട്ടുന്നില്ല, അങ്ങനെ ഒരു നടപടി ഉണ്ടാവുന്നില്ല. എന്നിട്ട് അത് അജണ്ടയല്ല എന്നുകൂടെ മുഖ്യമന്ത്രി പറഞ്ഞാൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് എടുക്കേണ്ട നടപടികളെല്ലാം എടുത്തിട്ടുണ്ട്. അത് വീണ്ടും അജണ്ടയാണെന്ന് മുഖ്യമന്ത്രി പറയുന്നത് ശബരിമല പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാനാണ്. അയ്യപ്പന്റെ സ്വർണം കട്ടതിന് മുൻ MLA അടക്കമുള്ള CPM നേതാക്കൾ ജയിലിലാണ്. ക്ഷേത്രത്തിന്റെ സ്വത്ത് സംരക്ഷിക്കേണ്ടവർ തന്നെ കൊള്ള നടത്തുന്നു. കോടതി ഇടപെട്ടപ്പോൾ മാത്രമാണ് സർക്കാർ നടപടികളിലേക്ക് നീങ്ങിയത്. ജമാഅത്ത് ഇസ്ലാമിയുമായി UDF തെരഞ്ഞെടുപ്പ് സഖ്യത്തിലാണെന്ന വിമർശനം അദ്ദേഹം തള്ളി. പാലക്കാട് നഗരസഭയിൽ പോലും ജമാഅത്ത് ഇസ്ലാമി UDFനെതിരായാണ് മത്സരിക്കുന്നത്. സർക്കാരിനെയും CPMനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒട്ടനവധി വിഷയങ്ങളുണ്ട്. ഇതിൽ നിന്നെല്ലാം ഒളിച്ചോടാനുള്ള വ്യഗ്രതയാണ് CPM നേതാക്കൾ കാണിക്കുന്നത്. ആദ്യം സ്വന്തം പാർട്ടിയിലെ പ്രശ്നങ്ങളും ഉയർന്നുവന്ന ആരോപണങ്ങളും പരിഹരിക്കാൻ അവർ തയ്യാറാവണം. തെരഞ്ഞെടുപ്പിൽ ജനം കൃത്യമായി അവർക്കെതിരെ പ്രതികരിക്കുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ഞാനൊരു കാര്യം പറയാ, ഇവിടെ ദേവസ്വം ബോർഡും സർക്കാർ സംവിധാനങ്ങളൊക്കെ ഉള്ളത് എന്തിനാ? ഉള്ളത് അമ്പലത്തിന്റെയും അയ്യന്റെയും സ്വർണ്ണും സ്വത്തും കാക്കാനാണ്. ആ പദവിയും ആ സംവിധാനങ്ങളും ഇത് കക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ട്, അത് നേരത്തെ അറിഞ്ഞിട്ട്, അത് കോടതി ഇടപെടുന്നത് വരെ അത് മറച്ചു വെച്ചിട്ട്, അത് ജനങ്ങൾക്കിടയിൽ പുറത്തു വരാതിരിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തിയിട്ട്, പിടിക്കപ്പെട്ടവർ ഓരോരുത്തരും അവരുടെ മേലെയുള്ള ആളുകളുടെ പേര് വന്ന് പാർട്ടിയുടെ നിലവിലുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് കമ്മിറ്റി അംഗത്തിൽ, പഴയ MLA, പഴയ ഏരിയ സെക്രട്ടറിയിൽ, പാർട്ടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയ ഒരാളിൽ എത്തിയിട്ട് ഈ നാട്ടിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ആരാധനാലയത്തിലെ ലക്ഷങ്ങൾ വന്നു ചേരുന്ന ഒരിടത്ത് നിന്ന് പോലും ഇത്ര കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്താൻ ഒരു സർക്കാർ സംവിധാനം കൂട്ടുനിന്നിട്ട് അത് അജണ്ടയല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് മുഖ്യമന്ത്രിക്ക് മാത്രമേ അജണ്ട അല്ലാതിരിക്കുകയുള്ളൂ. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഡെഫിനറ്റ്ലി ഒരു അജണ്ട തന്നെയാണ്. അത് ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കും. മറ്റു വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ ഞാൻ പറയേണ്ടത് ആവശ്യത്തിന് എല്ലാ തവണയും അത്തരം ചോദ്യങ്ങൾ ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടില്ല, പറഞ്ഞിട്ടുണ്ട്. പാലക്കാട്ടെ എല്ലാ വോട്ടർമാർക്കും, കേരളത്തിലെ എല്ലാ വോട്ടർമാർക്കും ഇതുവരെ ചെയ്തവർക്ക് നന്ദി.